ഇന്നോവ ഇങ്ങനെ എത്ര സെറ്റപ്പ് ആയിരുന്നു? ഇന്നോവ ഇങ്ങനെ എത്ര സെറ്റപ്പ് ആയതെന്ന് നമുക്കറിയില്ല. പക്ഷെ ഇതിന്റെ സെറ്റപ്പും കാര്യങ്ങളും ഞാൻ പറഞ്ഞില്ല. ഇത് ഞാൻ പറഞ്ഞില്ല. വണ്ടി വരുന്നത് 2016 മോഡലാണ്. ഇന്നോവയിൽ തന്നെ ലാസ്റ്റ് മോഡലാണ്. ഇതിന് ശേഷമുള്ള ഗസ്റ്റും കാര്യങ്ങളാണല്ലോ ലാസ്റ്റ് മോഡലാണ്. ഇന്നോവയില് 2016 മോഡൽ G4. ഇനിയിപ്പോൾ വണ്ടിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ വണ്ടി വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പാണ്. അതുപോലെ 2,15,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വണ്ടി ഇന്റർകൂളർ എഞ്ചിനാണ്. അതുപോലെ വണ്ടിന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നോ റീപ്ലേസ്മെന്റ് ആണ്. ഫുൾ കമ്പനി സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള സെറ്റ് വണ്ടിയാണ്. ഇനി പോകാൻ പറഞ്ഞ മാതിരി ടയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും ഒരു 70 അല്ലേ, ഫ്രണ്ട് റിയറും എന്തായാലും 80-70% ടയർ ഉണ്ട്. ഇനി വണ്ടിന്റെ ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിലോ നോക്കിക്കോളി, പക്കാ നീറ്റ്. വണ്ടി 7 സീറ്റ്. വണ്ടിന്റെ ഇന്റീരിയർ ഭാഗം നോക്ക്, പക്കാ നീറ്റ്. സ്റ്റീരിയോ അതുപോലെ സ്റ്റിയറിംഗ് കാര്യങ്ങൾ എല്ലാം, സീറ്റ് അവർ കാര്യങ്ങളൊക്കെ പക്കാ നീറ്റ്. അതുപോലെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ 7 സീറ്റാണ്. ബട്ട് നമ്മൾ എക്സ്ട്രാ ഒരു ഹാംറസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് 8 സീറ്റായിട്ട് യൂസ് ചെയ്യാം. കുട്ടികൾക്ക് എടുക്കുകയാണ് ഒരു ഹാംറസ്റ്റ് കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഇതിന്റെ ബാക്കത്തെ ഒരു വ്യൂ നോക്കേ. ഇതാണ് വണ്ടിന്റെ ബാക്കത്തെ ഒരു വ്യൂ വരുന്നത്. അതുപോലെ സ്കേർട്ടിങ് നമ്മൾ ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ നിക്ലിങ് നമ്മൾ ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. വണ്ടി മൊത്തത്തിൽ ലുക്ക് ആക്കി എടുത്തിട്ടുണ്ട്. G4 ആണ്. നമ്മൾ നമ്പർക്ക് ആക്കണ്ട്. KL71 NOC ഇഷ്യൂ ആയിട്ടുണ്ട്. KL71 NOC ഇഷ്യൂ ആയിട്ടുണ്ട്. ഇനി വണ്ടിന്റെ മൊത്തത്തിൽ ലുക്ക് ഇതാട്ടോ വരുന്നത്. ഈ ഒരു സൈഡിൽ നിന്നാണെങ്കിലും ടയർ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞാലേ ഫുൾ പക്കാ നീറ്റ് വണ്ടിയാണ്. ഇനിയിപ്പോൾ വണ്ടിനെ നോക്കുകയെന്നുണ്ടെങ്കിൽ വണ്ടിക്ക് ചോദിക്കണ പ്രൈസ് വരുന്നത് 8,15,000 റുപ്യാണ്. വിത്ത് NOC കേട്ടോ. വിത്ത് NOC 8,15,000 റുപ്യാണ് നമ്മൾ ചോദിക്കണേ. KL71 NOC ഇഷ്യൂ ആയിട്ടുണ്ട്. വണ്ടിൻ്റെ ഭാഗത്ത് എല്ലാം ഓക്കെയാണ്. എല്ലാ ഭാഗം ആൾ ക്ലിയർ. തട്ടുമുട്ട് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഗ്യാരണ്ടി തരാൻ കഴിയും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കംപ്ലൈൻറ്റ് കാര്യങ്ങൾ നമുക്ക് ഗ്യാരണ്ടി തരാൻ കഴിയും. പിന്നെ ഇനി വണ്ടി ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഓൻ പറയും. കാരണം ഇനി ഓനാണ് വണ്ടി ഓടിക്കാൻ പോണത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മളെ 2016 G4 ഉള്ളത്തെ ഒരു വ്യൂ. ഓടിക്കുമ്പോഴുള്ള വ്യൂ എന്നോട് ചോദിക്കാന്ന് ഞാൻ പറഞ്ഞല്ലേ. പറഞ്ഞാ ഓടിക്കുമ്പോ എന്താ 2016 ഒരു രക്ഷയില്ല, ഒന്നും പറയാല്ല, സെറ്റാണ്. ഒരു രക്ഷയില്ലാത്ത കീഴിലെ വണ്ടിയല്ലേ. മൊത്തത്തില് വണ്ടി ഉഷാറാണ്. ഓൻ പറയല്ല, നമ്മൾ ഓടിച്ചാണ്. 16 അപ്പൊ അതിൻ്റെതായിട്ടുള്ള പക്കായിട്ടുള്ള. ഇതിനു മുമ്പ് 16 നമ്മളെന്തേലും ലാസ്റ്റ് 15 എടുത്തത്. അപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. നമുക്ക് RC കൊണ്ട് ലോൺ കാര്യങ്ങൾ ചെയ്യാതെ കഴിയാത്തതുകൊണ്ട് വണ്ടി സ്റ്റോക്ക് ഉണ്ട്. ആൾക്കാർ കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. അപ്പൊ നമുക്കിങ്ങനെ ലോ കിലോമീറ്റർ 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടിയാണ്. അതുപോലെ 14 ഉണ്ട്. 1,60,000 കിലോമീറ്റർ ഓടിയാണ്. അപ്പൊ മൊത്തത്തിൽ ഞാൻ പറഞ്ഞിട്ട് വണ്ടി ഉഷാറാണ് ഓടിക്കാനൊക്കെ. വണ്ടിനെ നെഗറ്റീവ് ആയിട്ട് ഒന്നും പറയാല്ല, സെറ്റാ. നമ്മൾ എക്സ്ട്രാ ഒരു 8 സീറ്റാണ്. 8 സീറ്റ് പറയാനില്ല, 7 സീറ്റാണ്. പക്ഷെ 8 സീറ്റ് വേണമെങ്കിൽ പറയാം. എക്സ്ട്രാ സീറ്റ് കാര്യങ്ങളുണ്ട്. അതിന് ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. ഒരു ലക്ഷറി സീറ്റ് മാറി കൺവേർട്ട് ചെയ്യാം. അപ്പോൾ മൊത്തത്തിൽ വണ്ടി ഉഷാറാട്ടോ, ഒന്നും പറയാനില്ല. പിന്നെ ഓടിക്കാനാണെങ്കിലും എന്തെങ്കിലും കിലുക്കോ കാര്യങ്ങളുണ്ടോ? ഓടിക്കുന്ന കാര്യത്തിൽ ഒന്നും പറയാനില്ല, നെഗറ്റീവ് ആയിട്ട് ഒന്നും എനിക്ക് തീവന്ന് കിട്ടിയില്ല. ഓക്കെ, അപ്പോൾ വണ്ടി എടുക്കാൻ താല്പര്യം നമ്മളെ കോൺടാക്ട് ചെയ്യാം. പിന്നെ വിത്ത് NOC 8,000 നമ്മൾ ചോദിക്കുന്നത്. കേൽക്ക് മാറ്റിയിട്ട് നമ്മൾ അതിന് ടാക്സ് വേണമെങ്കിൽ എക്സ്ട്രാ ചെയ്തിട്ട് നമ്മൾ കേൽക്ക് മാറ്റിയിട്ടും കൊടുക്കും. ഇതേപോലെ നല്ല നല്ല വണ്ടികൾ നമ്മൾ പരിചയപ്പെടുത്തും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പേജ് കാര്യങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം കൂടുതൽ ഡീറ്റെയിൽസിന് നമ്മളെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ശരി.